നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന് UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം ആർത്തവ അവധി. അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധി. കേന്ദ്രത്തിന് വിമർശനമില്ല. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും വെറും വാക്കല്ലെന്നും മുഖ്യമന്ത്രി. നയരാഹിത്യ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം. നയപ്രഖ്യാപനത്തിന് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സർക്കാർ. മുഴുവൻ ആലപിക്കണമെന്ന നിർബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി. പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ. സർക്കാർ നിലപാടിനെ പിന്തുണച്ച് പ്രതിപക്ഷം. സർക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കും CPM-നും കീഴടങ്ങിയെന്ന് BJP. നയപ്രഖ്യാപനത്തിൽ ഗവർണർക്കൊപ്പം DGP സഭയിലെത്തിയതും വിവാദത്തിൽ. മാസപ്പടി കേസിലെ ED റെയ്ഡിൽ സർക്കാരിന് പങ്കില്ല എന്നും അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്നും VD സതീശൻ. ഡീൽ ആരോപണം പരിഹസിച്ച് തള്ളി. പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED-യെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അംഗീകരിക്കാനാകില്ല. CMR-നെതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ ED. വീണയ്ക്ക് ഉടൻ സമൻസ് അയക്കും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട CMR ഹൈക്കോടതിയിൽ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 18 പ്രതികൾ റിമാൻഡിൽ. വെടിനിർത്തലിന് അന്തിമ കരാറിലേക്ക് ഇറാനും അമേരിക്കയും. ആണവായുധ മോഹങ്ങൾ ഇറാൻ ശാശ്വതമായി ഉപേക്ഷിക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥയെന്ന് ട്രംപ്. ഹോർമുസിൽ അമേരിക്കയുടെ കപ്പൽ ഉപരോധം നീക്കും. കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാമെന്നും ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ്. ഹജ്ജ് തീർത്ഥാടകർ മടങ്ങിത്തുടങ്ങിയ അറഫ സംഗമവും മിനായിലെ കല്ലേറ് കർമ്മവും ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. നാളത്തോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പൂർണ്ണ സമാപ്തി. കുവൈറ്റിൽ റോഡുകളിൽ നിശ്ചിത വേഗപരിധി ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയ്ക്ക് പുറത്ത് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കേസ്. വാഹനം പിടിച്ചെടുക്കുമെന്നും ഗതാഗത മന്ത്രാലയം. സ്വദേശികളുടെ വാഹനത്തിനെതിരെ ജപ്തി നടപടി. വിദേശികളെ നാട് കടത്തുകയും ചെയ്യും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം ആർത്തവ അവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവ അവധിയും ഉൾപ്പെടെ സ്ത്രീ സൗഹൃദ പ്രഖ്യാപനങ്ങൾ. 1.25 മണിക്കൂർ നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു വിമർശനവും ഉണ്ടായില്ല. അതേസമയം നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന ശേഷം ഭരണത്തിൽ വരുന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം തികച്ചും ജനക്ഷേമവും വികസനത്തിലൂന്നിയതും സ്ത്രീ സൗഹാർദ്ദവുമായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ഭക്ഷ്യസുരക്ഷ, ക്രമസമാധാനം തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുൾപ്പെടെ സമഗ്ര മേഖലകളിൽ കരുതലും കൈത്താങ്ങും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. ഭൂനിയമം മാറ്റാൻ കമ്മീഷനെ വയ്ക്കും. സ്ത്രീകളെ ചേർത്തു നിർത്തുന്ന നിരവധി പദ്ധതികൾ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധിയും. വനിതാ കർഷകർക്കായി കൺസോർഷ്യവും. KSRTC-യിൽ സൗജന്യ യാത്രയും. On the very day it assumed office, my government declared its commitment to making free travel in KSRTC buses across the state a permanent entitlement for women in Kerala. My government will provide rupees 1,000 per month to girl students in colleges to support their education. My government will raise the welfare pension to 3,000 rupees per month for all eligible beneficiaries. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ എല്ലാ ജനപ്രിയ പദ്ധതികളും ഊന്നി പറഞ്ഞു. ലഹരിക്കെതിരെ സീറോ ടോളറൻസും ഓപ്പറേഷൻ തൂഫാനും ഗവർണർ വിശദീകരിച്ചു. കാർഷിക, വ്യാവസായിക, മത്സ്യമേഖലയിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ. Under Mission Samudra, the sector will be strengthened through fleet modernization, the deepening of Janakiya Matsya Krishi. The Excise Department will be comprehensively modernized with enhanced enforcement capacity.
അതേസമയം 75 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ ഒരിടത്തുപോലും കേന്ദ്രത്തെ വിമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഗവർണർ പൂർണ്ണമായും വായിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നയത്തിനെതിരായ കാര്യങ്ങൾ പറയാതിരുന്നതിനെ വിമർശിച്ച പ്രതിപക്ഷം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നാണ് ആരോപിച്ചത്. കിഫ്ബി, ലൈഫ് മിഷൻ, കുടുംബശ്രീ ഉൾപ്പെടെ ഇടതു സർക്കാരിന്റെ വികസന പദ്ധതികളുടെ തുടർനീക്കങ്ങൾ ഒന്നും പ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ സഹായകമായ സംവിധാനങ്ങളായിരുന്നു ഇവയല്ല. അവയോടുള്ള സമീപനം വ്യക്തമല്ല. 2, 3, 4 തീയതികളിലാണ് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളം പുതുയുഗത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. വെല്ലുവിളികളെ ജനാധിപത്യ രീതിയിൽ നേരിടുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അത് സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. നയപ്രഖ്യാപനത്തിന് മുമ്പും ശേഷവും നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സർക്കാർ. ആദ്യ ഭാഗങ്ങൾ മാത്രം ബാൻഡ് മേളമായി അവതരിപ്പിച്ചു. പ്രോട്ടോകോൾ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയ ഗവർണർ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. അതേസമയം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന സർക്കാർ നിലപാടിനെ പിന്തുണച്ച പ്രതിപക്ഷവും രംഗത്ത് വന്നു. എന്നാൽ ദേശീയഗീതം അവഹേളിക്കപ്പെട്ടുവെന്നും സർക്കാർ ജമാഅത്ത് ഇസ്ലാമിയോട് കീഴടങ്ങിയെന്നുമാണ് BJPയുടെ ആരോപണം. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുള്ളതിനാൽ ലോക്ഭവൻ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും വായിക്കേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വീകരിച്ചു. ഇതേ തുടർന്ന് കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു. ദേശീയ ഗീതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് ബാൻഡ് മേളമായി അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ദേശീയ ഗാനം ആലപിച്ചു. നയപ്രഖ്യാപനം അവസാനിച്ചപ്പോഴും സമാന രീതിയിൽ വന്ദേമാതരം ഭാഗികമായി ആലപിച്ചു. എന്നാൽ പൂർണ്ണമായും ആലപിക്കാത്തത് പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. അതൃപ്തി ഗവർണർ പരസ്യമാക്കുകയും ചെയ്തു. ലോക്ഭവൻ നിർദ്ദേശിച്ചിട്ടും എന്തുകൊണ്ട് പൂർണ്ണമായും പാടിയില്ല എന്ന് സ്പീക്കറോട് ഗവർണർ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഭാഗികമായി ആലപിച്ച സർക്കാർ നിലപാടിനെ പിന്തുണച്ചാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. 2 ഈരടികൾ ചൊല്ലുന്നതിൽ കുഴപ്പമില്ലെന്നും മുഴുവൻ പാടുന്നത് RSS അജണ്ടയെന്നും പിണറായി വിജയൻ പറഞ്ഞു. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റ് തടസ്സങ്ങളില്ല. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. അതേസമയം കടുത്ത വിമർശനമാണ് BJP നടത്തിയത്. ദേശീയ ഗീതം മുഴുവൻ പാടാത്തത് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങിയതുകൊണ്ടാണെന്ന് വി. മുരളീധരൻ ആരോപിച്ചു. വി.ഡി. സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ സത്യപ്രതിജ്ഞാ സമയത്ത് വന്ദേമാതരം ആലപിച്ചത് വിവാദമായിരുന്നു. തന്റെ അറിവോടെ ആയിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി അന്ന് വിശദീകരണം നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ED റെയ്ഡിൽ എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശമെങ്കിലും തരണമെന്നും ഒളിച്ചോടുന്ന ആളല്ല താനെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ വീട്ടിൽ നടന്ന ED റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും അതിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസാണ്. സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു റോളുമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി.
എന്നിട്ട് പറയും നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതി. മാസപ്പടി കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ഉൾപ്പെടെ വൈകാതെ ചോദ്യം ചെയ്തേക്കും. അതിനിടെ ഇ ഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ ഇരട്ട അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് CMRLന്റെ വാദം. ഹർജി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. അതേസമയം അടുത്ത ഘട്ടത്തിലായിരിക്കും UDF നേതാക്കളിലേക്ക് അന്വേഷണം എത്തുക എന്നാണ് വിവരം. മാസപ്പടി കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് CMRLനെതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങിയത്. പിടിച്ചെടുത്ത രേഖകളുടെ വിശദ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഫോൺ ഉൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിച്ചു വരികയാണ്. പരിശോധനയിൽ ഏതാനും നിർണായക രേഖകൾ കിട്ടിയതായാണ് വിവരം. കൂടുതൽ തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം ചോദ്യം ചെയ്യലിനായി വീണ വിജയനെ വിളിച്ചു വരുത്താനാണ് ED ഉദ്ദേശിക്കുന്നത്. തെളിവുകൾ ക്രോഡീകരിച്ച ശേഷം സമൻസ് അയക്കും. അതിനിടെ അന്വേഷണം ചോദ്യം ചെയ്ത് CMRL ഹൈക്കോടതിയെ സമീപിച്ചു. SFI അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് CMRL ആരോപിക്കുന്നു. EDയുടെ തിരക്കിട്ട റെയ്ഡ് സ്വാഭാവിക നീതിയുടെ ലംഘനമെന്നും CMRL പറയുന്നു. 2 വർഷം മുൻപ് നൽകിയ ഹർജിയിൽ SFIO റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞു. ഹർജിക്കാർക്ക് മറുപടി നൽകാൻ പോലും സമയം ലഭിച്ചില്ല. EDക്ക് ഇപ്പോൾ അന്വേഷിക്കാൻ അധികാരമില്ലെന്നും CMRL ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. CMRLന്റെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. അതേസമയം മറ്റു പേരുകളിലേക്ക് ഉടൻ അന്വേഷണമുണ്ടാകില്ല. ആദ്യഘട്ടത്തിൽ CMRL എക്സാലോജിക് ഇടപാടിൽ മാത്രം അന്വേഷണം നടത്താനാണ് ധാരണ. അടുത്ത ഘട്ടത്തിൽ UDF നേതാക്കളിലേക്ക് അന്വേഷണമെത്തും. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട പേരുള്ള മുഴുവൻ നേതാക്കളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് പ്രാഥമികമായി ശേഖരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 18 CPM പ്രവർത്തകർ റിമാൻഡിൽ. ഇന്നലെ 7 പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെ 11 പേരെയാണ് ഇന്ന് റിമാൻഡ് ചെയ്തത്. പ്രതികൾ കല്ലുകൊണ്ടും ആയുധം ഉപയോഗിച്ചും ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചുവെന്നും പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കോടതിയെ അറിയിച്ചു. കേസിലെ മുഖ്യപ്രതിയായ ദിനകരനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. ഇനി ആറ്റുകാൽ മുൻ കൗൺസിലർ ഉണ്ണി, പാളയം സന്തോഷ് എന്നിവരെ പിടികൂടാനുണ്ട്. അധ്യാപകർക്ക് കേടെറ്റ് നിർബന്ധമാക്കിയ വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളി സുപ്രീം കോടതി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ സർവീസിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ കേടെറ്റ് യോഗ്യത നേടണമെന്നത് 3 വർഷമായി കോടതി നീട്ടി നൽകി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. സംസ്ഥാന സർക്കാരുകളും വിവിധ അധ്യാപക സംഘടനകളും ഉൾപ്പെടെ 45 കക്ഷികളാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയിരുന്നത്. 2012 മുൻപ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കരുതെന്നും വിരമിക്കുന്നതുവരെ തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. എന്നാൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ടെറ്റ് പാസ്സാക്കേണ്ടത് നിർബന്ധമാണെന്ന് ഹർജികൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. അതേസമയം യോഗ്യതാ പരീക്ഷ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന വാദം കോടതി അംഗീകരിച്ചു. നിലവിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സാക്കണമെന്ന ഉത്തരവിൽ മാറ്റം വരുത്തി. സമയപരിധി 1 വർഷം കൂടി നീട്ടി 3 വർഷമാക്കി. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിലവിൽ സർവീസിലുള്ള ടെറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർ 2028 ഓഗസ്റ്റ് 31-നകം യോഗ്യത നേടണം. തുറന്ന കോടതിയിൽ വാദം കേട്ട ശേഷമാണ് സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികൾ തള്ളിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NDAക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. യുവാക്കളെ നിരാശപ്പെടുത്തരുതെന്ന് പറഞ്ഞ കോടതി കേന്ദ്ര സർക്കാരിനോട് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടികളെ രൂക്ഷമായാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ച കോടതി യുവാക്കളെ ഇത്തരത്തിൽ നിരാശരാക്കരുതെന്നും വ്യക്തമാക്കി. പരീക്ഷകൾ നടത്തുന്നതിൽ UPSCയുടെ മാതൃകയും കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കണമെന്നും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതേസമയം നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകളുണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു.
ജൂൺ 21 നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കായി ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേസ് ജൂലൈ 2-ാം വാരം വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. DK ശിവകുമാറിനെ നാളെ കർണാടക മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കും. DK ഡൽഹിയിലെത്തിയ നേതാക്കളെ കണ്ടു. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് പിന്നാലെ വിശ്വസ്തർക്ക് പദവികൾ ഉറപ്പാക്കുവാനുള്ള ശ്രമങ്ങളിലാണ് സിദ്ധരാമയ്യ. അവകാശവാദം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കുമെന്നും ഇറാനുമായുള്ള കരാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ വെള്ളിയാഴ്ച യോഗം ചേരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തലിന് US ഇറാൻ ധാരണയായെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹോർമുസ് ഉടൻ തുറക്കുമെന്നും ട്രോൾ ഈടാക്കരുതെന്നുമുള്ള നിബന്ധനകൾ ട്രംപ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നും ഇറാന്റെ യുറേനിയം ശേഖരം നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇപ്പോൾ ഫണ്ട് കൈമാറില്ലെന്നാണ് സൂചന. എന്നാൽ തങ്ങൾക്ക് ഉറപ്പുകളിലോ വാക്കുകളിലോ വിശ്വാസമില്ല എന്നും പ്രവൃത്തികൾ മാത്രമാണ് അളവുകോലെന്നും ഇറാൻ പ്രതിനിധികൾ വ്യക്തമാക്കി. ഹജ്ജ് തീർത്ഥാടകർ മടങ്ങിത്തുടങ്ങി. അറഫ സംഗമവും മിനായിലെ കല്ലേറ് കർമ്മവും ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കി. ഭൂരിഭാഗം ഹാജിമാർ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. നാളത്തോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പൂർണ്ണ സമാപ്തിയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമവും മുസ്തലിഫയിലെ രാപ്പാർക്കലും മിനായിലെ കല്ലേറ് കർമ്മവും മുടിയെടുക്കലും ബലിയെറുക്കലും കഴിഞ്ഞ് മക്കയിൽ വന്ന് കാബ പ്രദക്ഷിണവും ഒടുവിൽ വിടവാങ്ങൽ തവാഫും പൂർത്തിയാക്കി. വലിയൊരു വിഭാഗം ഹാജിമാർ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങിത്തുടങ്ങി. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹാജിമാർ ഇന്ന് രാത്രി കൂടി മിനായിൽ രാപ്പാർത്ത് നാളത്തെ കല്ലേറ് കർമ്മങ്ങൾ കൂടി പൂർത്തിയാക്കിയാണ് മടങ്ങുക. നാളെയോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിപൂർണ സമാപ്തിയാകും. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി കുവൈറ്റിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന തീർത്ഥാടകർ ആരോഗ്യ മുൻകരുതലുകൾ കർശനമായി പാലിക്കണമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുക, സമൂഹത്തിൻ്റെയും സുരക്ഷ നിലനിർത്തുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് യാത്രയ്ക്ക് മുമ്പ് സ്വീകരിച്ച വാക്സിനുകൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. എന്നാൽ മക്ക വിടുന്നതിന് മുമ്പുള്ള അവസാന 2 ദിവസത്തിനകം നിർബന്ധമായും മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് സ്വീകരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷമുള്ള ഘട്ടവും ആരോഗ്യ നിരീക്ഷണത്തിൻ്റെ പ്രധാന ഭാഗമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. തീർത്ഥാടകർ മടങ്ങിയെത്തിയതിനു ശേഷം 21 ദിവസത്തേക്ക് ആരോഗ്യനില സ്വയം നിരീക്ഷിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. UAE വിവിധ എമിറേറ്റുകളിൽ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി GDRFA തൊഴിലാളികൾക്ക് പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സാംസ്കാരിക കലാപരിപാടികൾ, ഫോക്ക് ഷോകൾ, ലൈവ് DJ പ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറി. പരിപാടിയിൽ സ്വർണം, ക്യാഷ് പ്രൈസുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ, ആഡംബര കാർ എന്നിവ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ദിർഹം വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നൽകിയത്. തൊഴിലാളികളുടെ സന്തോഷവും സാമൂഹിക ഐക്യവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് GDRFA അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ റോഡുകളിൽ നിശ്ചിത വേഗപരിധി ലംഘിക്കുന്നവർക്കെതിരെ യാതൊരു ഇളവും അനുവദിക്കില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വാഹനം പിടിച്ചെടുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശികളുടെ വാഹനത്തിനെതിരെ ജപ്തി നടപടി സ്വീകരിക്കുകയും വിദേശികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയും ചെയ്യും. 170 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ അധിക നിയമ നടപടികൾ കൂടി സ്വീകരിക്കും. 200 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്ക് മറ്റ് നടപടികൾക്കൊപ്പം ജയിൽ ശിക്ഷയും ലഭിക്കും. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു. മക്കയിലെ വിശുദ്ധ കബാലയത്തിൽ അണിയിക്കുവാനുള്ള പുതിയ കറുത്ത പുടവ അഥവാ കിസ്വ ഔദ്യോഗികമായി കൈമാറി. മക്ക പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണറും സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായ സൗദ് ബിൻ മിഷൽ രാജകുമാറിനാണ് കിസ്വ കൈമാറിയത്. കബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ച ചുമതലയുള്ള അൽ ഷൈബി കുടുംബത്തിലെ കാരണവർ അബ്ദുൽ മലിക് ബിൻ ത്വഹ അൽ ഷൈബി പുതിയ കിസ്വ ഔദ്യോഗികമായി ഏറ്റുവാങ്ങി. വരാനിരിക്കുന്ന മുഹറം 1-നാണ് വിശുദ്ധ കബാലയത്തിൽ പുതിയ കിസ്വ അണിയിക്കുക. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവലായി മാറുകയാണ് പട്ടാളപ്പള്ളിയിൽ ഒരുക്കിയ ഈദ് സൗഹൃദ കൂട്ടായ്മ. വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചാണ് ഈദ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് എത്തിയത്. പട്ടാളപ്പള്ളി പരിപാലന കമ്മിറ്റിയും മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണിയും സംയുക്തമായാണ് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ വ്യത്യസ്തമായ സൗഹൃദ കൂട്ടായ്മയൊരുക്കിയത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൈന, പാഴ്സി തുടങ്ങി വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പട്ടാളപ്പള്ളിയിലെ മിമ്പറിന് ചുറ്റും ഒത്തുകൂടിയപ്പോൾ അത് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട കാഴ്ചയായി.
അന്യമതസ്ഥരായവർ ആദ്യമായി പട്ടാളപ്പള്ളിയിൽ പ്രവേശിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈദ് സൗഹൃദ കൂട്ടായ്മയ്ക്ക്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പാളയം മൊഹ്യുദ്ദീൻ പള്ളി ചീഫ് ഇമാം ഹുസൈൻ മടവൂർ പറഞ്ഞു. ഇതാണ് കേരള സ്റ്റോറി, അല്ലെങ്കിൽ കോഴിക്കോടൻ സ്റ്റോറി എന്നും പറയാം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ആരാധനാലയങ്ങൾ ഒന്നിച്ച് സന്ദർശിക്കുന്നു, ഒന്നിച്ച് നമ്മൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്നു ഇത്. ചരിത്ര പ്രാധാന്യമുള്ള പട്ടാളപ്പള്ളിയിൽ ഒത്തുചേരാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷം പ്രമുഖരും പങ്കുവെക്കുന്നുണ്ട്. ഭാവി തലമുറയ്ക്ക് സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു സന്ദേശം അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ, പ്രസംഗത്തിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. പരസ്പരം ബഹുമാനവും സ്നേഹവും പങ്കുവയ്ക്കുക, പരസ്പരം അംഗീകരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. സാഹോദര്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് ഈ കൂട്ടായ്മ. അമൃത ന്യൂസ്, കോഴിക്കോട്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ല എന്ന് പോലീസിന് ലഭിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം ഭരണസമിതി. നേരിട്ട് പരിശോധന നടത്തിയെന്നും വിലപിടിപ്പുള്ളതും അമൂല്യവുമായ വസ്തുക്കളൊന്നും നഷ്ടമായിട്ടില്ല എന്നും സമിതി അറിയിച്ചു. നമ്പിയുടെ നിർദ്ദേശപ്രകാരം വൈരനാമം ഇന്ന് ജില്ലാ ജഡ്ജി കൂടിയായ ഭരണസമിതി ചെയർമാൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ വിഗ്രഹത്തിൽ ചാർത്തി. നടപരവായി ലഭിച്ച സ്വർണ്ണത്തിൽ 72 ഗ്രാം കുറവാണെന്ന പരാതി ശരിയല്ല എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. തെറ്റായ റിപ്പോർട്ടാണ് ADGP സർക്കാരിന് നൽകിയതെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. NCP ശരത് പവാർ വിഭാഗം കേരള ഘടകം പിളർന്നു. AK ശശീന്ദ്രൻ്റെയും തോമസ് K. തോമസിൻ്റെയും നേതൃത്വത്തിലുള്ള വിഭാഗം കൊച്ചിയിൽ യോഗം ചേർന്നു. നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ യോഗത്തിൽ പ്രമേയം പാസാക്കി. ജൂൺ 20 ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. വിനയമാണ് വിജയത്തിൻ്റെ ആധാരമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. മംഗലാപുരം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ 2ാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് പരിസമാപ്തിയായി. ജീവിതം ഒരു നന്ദി പ്രവാഹം പോലെയാണ്. ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. അതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ച് സമർപ്പണ ഭാവത്തോടെ മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പ്രേമത്തിൽ ജനിച്ച് പ്രേമത്തിൽ ജീവിച്ച് പ്രേമത്തെ അവസാനിക്കാനാണ് മനുഷ്യൻ. അത്ര പരിശുദ്ധ പ്രേമത്തിന് അന്ത്യമില്ലെന്നുള്ളതാണ് സത്യം. അത് ഈ പ്രപഞ്ചത്തെ സകല ജീവജാലങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന സ്നേഹമാണ്. മനുഷ്യായാലും മൃഗമായാലും അമ്മയെ കുഞ്ഞിനോടും കുഞ്ഞിനെ അമ്മയോടും ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് നമ്മൾ ഉണർത്തെടുക്കേണ്ടത്. ജീവിതകാലം മുഴുവൻ ഈ പ്രേമം തേടി അത് കിട്ടാൻ മരിക്കുന്നു. സത്യത്തെ ഏറ്റവും അറിയുന്നതും പരിചയമുള്ള ഭാവം സ്നേഹമാണ്. അത് നമ്മുടെ സ്വരൂപമാണ്. സ്വരൂപം എന്ന ഒരിക്കലും മാറ്റമില്ലാത്ത, തൽക്കാലമായി മറവിൽ ശ്രമിക്കാം, പക്ഷെ നശിപ്പിക്കാൻ സാധിക്കില്ല. വിനയമാണ് വിജയത്തിന്റെ ആധാരം. വിത്ത് മണ്ണിനടിയിൽ പോകുമ്പോൾ മാത്രമേ ഫലവൃക്ഷമാവുകയുള്ളൂ. വിനയമുള്ളിടത്തെ വിജയമുണ്ടാവുകയുള്ളൂ എന്നും അമ്മ പറഞ്ഞു. രാവിലെ 11 മണിയോടെ യജ്ഞവേദിയിലെത്തിയ അമ്മയെ വിശിഷ്ട വ്യക്തികൾ ഹാരാർപ്പണം ചെയ്തു. ചിന്മയ മിഷൻ മംഗലാപുരം മഠാധിപതി സ്വാമി ഗഹനാനന്ദ, ഇസ്കോൺ മഠാധിപതി പ്രഭു ഗുണാകരദാസ്, സുള്യ MLA ഭാഗീരഥി മുരുല്യ, മൂടബിദ്രി MLA ഉമാനാഥ് കോട്ടിയാൻ, മുൻ മന്ത്രി നാഗരാജ് ഷെട്ടി, B. രവീന്ദ്ര ഷെട്ടി, ഇന്ദുമതി മല്യ, AC കുന്ദർ, സാധു സാലിയൻ, VL രഘോ, ആത്മാറാം ദേവശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജന, ധ്യാനം എന്നിവയും നടന്നു. എല്ലാവർക്കും അമ്മ ദർശനം നൽകി. 2 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും നടന്നു. അമലഭാരതം പദ്ധതിയുടെ ഭാഗമായി യജ്ഞവേദിയും പരിസരവും ശുചിയാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നാളെ കോഴിക്കോടെത്തും. വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടാണ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ നഗരത്തിലെത്തുന്നത്. മംഗലാപുരത്തെ പരിപാടിക്ക് ശേഷമാണ് കോഴിക്കോടേക്കുള്ള സന്ദർശനം. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ മഹോത്സവം നടക്കുക. നാളെ വൈകിട്ടോടെ എത്തുന്ന അമ്മയെ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. മഠത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. 2 ദിവസവും രാവിലെ 11-ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ സ്വീകരിക്കും. തുടർന്ന് മഠത്തിൻ്റെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ധ്യാനം, സത്സംഗം, ഭജന, ഭക്തർക്കുള്ള ദർശനം എന്നിവയും നടക്കും. മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്കായി വെള്ളിമാടുകുന്ന ആശ്രമത്തിലും ബ്രഹ്മസ്ഥാന പരിസരത്തും വിപുലമായ സൗകര്യങ്ങളും അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ തൃശ്ശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം ജൂൺ 3, 4 തീയതികളിൽ നടക്കും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ എത്തുന്ന അമ്മ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KV സദാനന്ദൻ, ചന്ദ്രൻ പെരുമുടിയൂർ, ശബരിദാസൻ, NDD വീച്ച് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശ്ശൂരിൽ എത്തുകയാണ്. ജൂൺ 3, 4 തീയതികളിൽ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിൽ എത്തുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് എല്ലാ ആശംസകളും നേരുന്നതായി കവി PP ശ്രീധരനുണ്ണി പറഞ്ഞു. മഹോത്സവത്തിനായി നാളെയാണ് അമ്മ കോഴിക്കോട് എത്തുന്നത്. ഏറെ കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം മാതാ അമൃതാനന്ദമയി ദേവി ഈ 31-ാം തീയതി കോഴിക്കോട്ട് എത്തുകയാണ്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തെ അനുഗ്രഹിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹത്തോടൊപ്പം നമ്മുടേതായ രീതിയിൽ നമുക്ക് ഈ ഇലയുമാം ഇഭവുമാം കുസുമവുമാം എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു. ഏത് രീതിയിൽ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഇല കൊണ്ടും പൂവ് കൊണ്ടും ഒക്കെ ആവാം എന്നുള്ളത്. ഇപ്പം അവിലുകൊണ്ടാവാം എന്ന് സാധാരണ നമ്മൾ പഴയ പുരാണ ഭാഷയിൽ പറയാറുണ്ട്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഈ മഹോത്സവത്തിന്, ഈ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ആത്മാവിലേക്ക് സ്നേഹം പകരുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വരവിനായി സാഹിത്യനഗരമായ കോഴിക്കോട് കാത്തിരിക്കുകയാണെന്ന് സാഹിത്യകാരൻ AKB നായർ പറഞ്ഞു. സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും സ്നേഹിക്കൂ എന്ന അമ്മയുടെ സന്ദേശം ഐക്യരാഷ്ട്രസഭയിൽ വരെ മുഴങ്ങിക്കേട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് മാതാ അമൃതാനന്ദമയി ദേവി കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത്. തൻ്റെ ആരാധകന്മാരെ ആശീർവദിക്കാനും തൻ്റെ ആ സാന്ത്വന സ്പർശം അനുഭവിച്ചവരെ വീണ്ടും കാണുവാനും ആണ് ദേവി ഇവിടത്തേക്ക് വരുന്നത്. ലോകപ്രശസ്തയായ മാതാ അമൃതാനന്ദമയി ദേവി തൻ്റെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആ ചേർത്ത് പിടിക്കൽ ലോകത്തിൽ തന്നെ വലിയ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. വർത്തമാനത്തിലൂടെയല്ല, ശാരീരികവും മാനസികവുമായ അടുപ്പത്തിലൂടെയാണ് മനുഷ്യനോട് സംവദിക്കേണ്ടതെന്നും അവരുടെ ആത്മാവിലേക്കാണ് നമ്മുടെ ആ സ്നേഹം എത്തിച്ചേരേണ്ടതും എന്നുറച്ച് വിശ്വസിക്കുന്ന അമ്മയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ വർത്തമാനകാലത്ത് കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷജനകമായ കാര്യമാണ്. വസുധൈവ കുടുംബകം എന്ന പ്രമാണ സൂക്തം വളരെ കാലം മുമ്പ് തന്നെ ഭാരതത്തിൽ ഉത്ഭവിച്ചതാണ്. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം തന്നെ ഒരു കുടുംബമാണ് എന്ന ധാരണയാണ് ഓരോരുത്തർക്കും വേണ്ടത്. സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ലോകത്തുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അതെങ്ങനെയാണെന്ന് നമ്മ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. യുണൈറ്റഡ് നേഷൻസിൽ വെച്ച് മാതൃഭാഷയുടെ മലയാളത്തിൽ അമ്മ വളരെ മനോഹരമായി നമ്മുടെ ഈ സനാതനധർമ്മത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിവിട്ടായി.
നമ്മുടെ മലയാളവും ലോകപ്രസിദ്ധമായതോടുകൂടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലതരത്തിലുള്ള ഛിദ്രവാസനകളെ അകറ്റിക്കൊണ്ട് മാറോടണച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനം നടത്താനുള്ള ആ ഒരു ആത്മധൈര്യം ഓരോരുത്തർക്കും നൽകാൻ ആണ് അമ്മ വളരെ കാലം മുമ്പ് തന്നെ അതിനുവേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ അമ്മയുടെ അസാന്നിധ്യം ഇപ്പോൾ 6 കൊല്ലമായി കോഴിക്കോട് നഗരത്തിലില്ലാത്തത്. എങ്കിലും അമ്മയെ എവിടെയാണോ അമ്മയുള്ളത് അവിടെ പോയി കാണുന്ന ആ ഒരു പതിവും ഭക്തന്മാർക്കുണ്ട്. എങ്കിലും ഈ സാഹിത്യ നഗരത്തിൽ അമ്മയുടെ ഈ വരവ് തീർച്ചയായിട്ടും ഒരു പുതിയ ഉന്മേഷം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമസ്തേ. CBSE +2 പരീക്ഷയിൽ 100 മേനി വിജയത്തിനൊപ്പം അഭിമാന നേട്ടവും കൈവരിച്ച് കണ്ണൂർ അമൃത വിദ്യാലയം. 9 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും നിനയ് വയോധ് സയൻസ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. പാഠ്യേതര വിഷയങ്ങൾക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി വിജയഗാഥ തീർക്കുകയാണ് ഈ മാതൃകാ വിദ്യാലയം. വർഷങ്ങളിലെന്ന പോലെ ഇത്തവണയും CBSE +2 പരീക്ഷയിൽ മികവാർന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കണ്ണൂർ അമൃത വിദ്യാലയം. 23 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 9 പേർ ഡിസ്റ്റിങ്ഷനും 7 പേർ ഫസ്റ്റ് ക്ലാസും നേടി. നിനയ് വയോധ് 97.8% മാർക്കോടെ സംസ്ഥാനത്തെ അമൃത വിദ്യാലയങ്ങളിലും കണ്ണൂർ ജില്ലയിലെ സയൻസ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുള്ളും അതുപോലെ ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു. അതായത് ബാക്കി സ്കൂൾസിലൊന്നും പോലെ അല്ലാതെ കുറച്ചും കൂടി നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷവും. പഠിക്കുമ്പോൾ മാത്രമല്ല എല്ലാത്തിനുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു. ദർശൻ രാകേഷ്, ഋതിക് രാജു, നിവേദ്യ മാധവൻ, നിഹാരിക നിർമ്മൽ, ഫിസ ഫാറൂഖ്, ശ്രീയുക്ത സുശീൽ, ഗായത്രി KC, നിവേദ്യ C, കൃഷ്ണപ്രിയ KP എന്നിവർ ഉന്നത വിജയം നേടി അഭിമാന താരങ്ങളായി. എല്ലാ കുട്ടികളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് അവരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടും പിന്നെ ടീച്ചേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഗൈഡും ഒരു കാറ്റലിസ്റ്റായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയുള്ള പഠനത്തിന് പുറമെ അക്കാദമിക് മെന്ററുടെ മാർഗനിർദ്ദേശങ്ങളും വിജയ നിലവാരം ഉയർത്താൻ സഹായകരമായി. ഞങ്ങളെല്ലാവരും ഈ സന്തോഷം അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നല്ല സപ്പോർട്ടുണ്ട്. അക്കാഡമിക്കിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അക്കാഡമിക് മെൻറ്റർ കവിത മാഡം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം കലാകായിക പരിശീലനത്തിനും തൊഴിൽ സാങ്കേതിക നൈപുണ്യ വികസനത്തിനും വിദ്യാലയം പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ സർഗവാസനയ്ക്ക് പ്രദർശനങ്ങളും ആത്മവിശ്വാസത്തോടൊപ്പം വ്യക്തിത്വവും വളർത്തുന്നതിന് അമൃത ലീപ് പോലെയുള്ള വ്യത്യസ്ത കർമ്മ പദ്ധതികളും സ്കൂളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.